ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ തലയിൽ തേക്കുമ്പോൾ നമ്മുടെ നരച്ച മുടിയൊക്കെ ഇല്ലേ, നരച്ച മുടിയൊക്കെ പതുക്കെ പതുക്കെ കറുത്ത് മുടി കൊഴിച്ചിലൊക്കെ മാറി നമ്മുടെ തലയിലൊക്കെ നല്ലോണം അങ്ങ് മുടിയൊക്കെ ഉണ്ടായിക്കോളൂ കേട്ടോ. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു ഹെയർ ഡൈ തന്നെയാണ്. എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക. അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 തവണ തേച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത എൻ്റെ എല്ലാ ചക്കര കുട്ടന്മാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. നമുക്ക് ഈ നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാൻ ഒരേ ഒരു സാധനം മാത്രം മതി കേട്ടോ. അതാണ് കരിഞ്ജീരകം. കരിഞ്ജീരകം മാത്രം മതിയേ. കരിഞ്ജീരകം ഇതുവരെ വീടുകളിലൊന്നും മേടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ കുറച്ച് കരിഞ്ജീരകം മേടിച്ച് വെച്ചോളൂ കേട്ടോ. നമ്മുടെ തലമുടിയൊക്കെ നല്ലവണ്ണം കറുപ്പ് കിട്ടാനും തലമുടിയിൽ നരയൊക്കെ മാറി അവിടെ കുഞ്ഞു നല്ല മുടിയൊക്കെ വളരാനും പറ്റിയ നല്ല ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ കരിഞ്ജീരകം. അപ്പോൾ ഈ കരിഞ്ജീരകത്തെ ഡൈ തേക്കാൻ മടിയുള്ളവർ ഒട്ടും വിഷമിക്കേണ്ട. കരിഞ്ജീരകത്തിൻ്റെ ഓയിൽ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിൽ അങ്ങ് ഉണ്ടാക്കിയാലും മതി. നമ്മുടെ തലമുടിയൊക്കെ നല്ല കറുപ്പുണ്ടാവുകയെ. പിന്നെ പെട്ടെന്ന് തന്നെ കറുപ്പൊന്നുമില്ല. ഈ ഓയിലൊക്കെ തേച്ച് നമുക്കൊരു 1-2 മാസമൊക്കെ കഴിയുമ്പോഴാണ് മുടിയുടെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറുള്ളൂ കേട്ടോ. അതായത് വെളുത്ത മുടിയൊക്കെ ഒന്ന് കറുപ്പ് രീതിയിലൊക്കെ വരാൻ കുറച്ച് താമസമൊക്കെ എടുക്കും. എന്നാലും നാച്ചുറലാണ്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുമ്പം നല്ല ചേഞ്ച് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കരിഞ്ജീരകം വെച്ചുള്ള ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാട്ടെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരാവേ. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം കരിഞ്ജീരകമാണ്. ഞാൻ പറഞ്ഞില്ല, കരിഞ്ജീരകം മാത്രം മതി ഈ ഹെയർ ഡൈക്ക്. പിന്നെ വേണ്ട സാധനമാണ് ഇരുമ്പ് ചട്ടി വേണം കേട്ടോ. അപ്പോൾ നല്ലൊരു ഇരുമ്പ് ചട്ടി ഇല്ലാത്തവരുണ്ടെങ്കിൽ ചെറിയൊരു ഇരുമ്പ് ചട്ടി മേടിച്ച് വെച്ചുള്ള വലിയ പൈസയൊന്നുമില്ലേ. അപ്പോൾ ഒരു ഇരുമ്പ് ചട്ടി വേണം. കരിഞ്ജീരകം ഇത് 2 മാത്രം മതി. അപ്പോൾ നമുക്ക് ഇരുമ്പ് ചട്ടി നമ്മൾ അടുപ്പത്ത് ഗ്യാസ് സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കരിഞ്ജീരകം ഇരുമ്പ് ചട്ടിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഒരു 5-6 സ്പൂൺ വലിയ സ്പൂൺ അളവിൽ കരിഞ്ജീരകം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വറുത്തെടുക്കുക കേട്ടോ. കരിച്ച് കളയരുത്, വറുത്തെടുക്കുക കേട്ടോ. അതിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ആ കരിഞ്ജീരകം നല്ലൊരു മണം വരും. അപ്പോൾ നമുക്കറിയാം, നല്ലൊരു മണം വരുമ്പോൾ നമുക്കറിയാൻ പറ്റും കരിഞ്ജീരകത്തിൻ്റെ ചൂട് നല്ലോണം ചൂട് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പം നമുക്കത് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അപ്പം തന്നെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണ്ട. അല്ലെങ്കിൽ ആ ഇരുമ്പ് ചട്ടിയുടെ ചൂട് കൊണ്ട് ഒന്നുകൂടെ കരിയാൻ സാധ്യതയുണ്ട് കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറില്ലേ, മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും വരാൻ പാടില്ല കേട്ടോ. അതോ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെയിലാണെങ്കിൽ വെയിലത്തിട്ട് മിക്സിയുടെ ജാറ് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുക. ഇപ്പം മഴയുടെ സമയമാണല്ലോ, അതുകൊണ്ട് നന്നായിട്ട് തുണി ഉപയോഗിച്ച് നന്നായിട്ട് തുടച്ച് മാറ്റുക കേട്ടോ. മാറ്റിയിട്ട് എന്താ പറയുക, ഈ കരിഞ്ജീരകത്തിൻ്റെ ആ പൊടി ഉണ്ടല്ലോ, അല്ല കരിഞ്ജീരകം ഉണ്ടല്ലോ, കരിഞ്ജീരകം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൗഡർ രീതിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. വെള്ളമില്ല നമുക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ മാത്രമേ നമുക്കത് ഉപകാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് നമുക്കത് എടുത്ത് വെക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് പൂപ്പൽ വന്നത് ചീത്തയായി പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് വെള്ളമില്ലാണ്ട് നമ്മൾ നന്നായിട്ട് അങ്ങ് വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, നന്നായിട്ട് അങ്ങ് പൊടിച്ച് വെക്കണം. നല്ല പൗഡർ രീതിയിൽ പൊടിച്ച് വെക്കണം. പൊടിച്ച് വെച്ചിട്ട് അത് അപ്പം നമ്മൾ മിക്സിയിലെ ജാറെന്ന് നമുക്കറിയാം, നമുക്ക് പൊടിക്കുമ്പം ആവശ്യത്തിന് ചൂടും കൂടെ ഉണ്ടാവുമല്ലേ. അപ്പോൾ ചൂടോടെ തന്നെ നമ്മുടെ വേറെ ജാറിലൊന്ന്, അതായത് കുപ്പികളിൽ നിന്നും എടുത്ത് വെക്കരുത്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം കുപ്പികളിൽ മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഹെയർ ഡൈ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, ആ പൊടി നമുക്ക് നമ്മുടെ മുടിയുടെ തിക്നെസ്, നമ്മുടെ മുടിക്ക് എത്ര ഉള്ളുണ്ടോ അതനുസരിച്ച് നമുക്ക് എടുക്കാം. അത് നമ്മുടെ ആ നേരത്തെ വറുത്തെടുത്ത് വെച്ച ചീനച്ചട്ടിയില്ലേ, ഇരുമ്പ് ചട്ടിയില്ലേ, ഇരുമ്പ് ചട്ടിയിലോട്ട് അതായത് ഈ കരിഞ്ജീരകത്തിൻ്റെ പൊടി അതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് കുറുക്കി അങ്ങ് എടുക്കുക കേട്ടോ. കുറച്ചധികം വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, കാരണം നമുക്കത് കുറുക്കി അങ്ങ് കിട്ടേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് അങ്ങ് തിളപ്പിച്ച് അതിൻ്റെ വറ്റി വന്ന് ആ വെള്ളമൊക്കെ പറ്റി അതിൻ്റെ എണ്ണ ഉണ്ടല്ലോ, ആ കരിഞ്ജീരകത്തിൻ്റെ എണ്ണ മുകളിൽ തെളിഞ്ഞ് കാണും കേട്ടോ. അതാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട്
ചൂടാറിയതിന് ശേഷം നമുക്കത് തലയിൽ അങ്ങ് തേച്ച് കൊടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ജാർ ഇപ്പോൾ നല്ല മൂർച്ചയുള്ള ജാറ് വേണ്ട, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാനൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ മിക്സിയുടെ ജാറിൽ ഒരിക്കലും മൂർച്ച ഉണ്ടാവില്ല, അന്നേരം ഇങ്ങനെ തരി പോലെ ഉണ്ടാവും. നിങ്ങൾ നല്ല മൂർച്ചയുള്ള ജാറ് തന്നെ എടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ പറയാം പൗഡർ രീതിയിൽ പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മുടെ തലമുടിയൊക്കെ നന്നായിട്ട് അങ്ങ് തലമുടിയിലൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട ഇരിക്കുമ്പം ഇങ്ങനെ നമുക്കായിട്ട് ഒരു അസ്വസ്ഥത തോന്നും ഇങ്ങനെ തലയിലൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോഴേ. അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത് ചൂടാറിയതിന് ശേഷം നമ്മുടെ തലമുടിയിൽ നല്ലവണ്ണം എവിടെയൊക്കെ നരയുള്ളത്, എവിടെയൊക്കെയാണ് നമുക്ക് മുടി കൊഴിച്ചിലുള്ളത്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ നെറ്റിയുടെ ഈ ഭാഗത്തൊക്കെ ആയിരിക്കുമല്ലോ, ഇവിടെയൊക്കെ നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കുക. ആ മിക്സ് ഉണ്ടല്ലോ അത് ഇവിടെ നല്ലോണം തേച്ച് കൊടുക്കുക. നമുക്ക് ഇവിടെ നരച്ച മുടി ഇങ്ങനെ നരച്ച് വരുന്നുണ്ട് വിചാരിച്ചോ, അവിടെ നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇത് നമ്മൾ സ്ഥിരം ചെയ്യണം കേട്ടോ, അല്ലാതെ 1-2 തവണ ചെയ്തിട്ട് ഒരു കാര്യമില്ല. സ്ഥിരം ചെയ്യണം. സ്ഥിരം ചെയ്യുമ്പം നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. നമ്മുടെ തലമുടി നരച്ച മുടിയൊക്കെ കറക്കാൻ നല്ലതാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് നെറ്റി കയറുന്ന ഇവിടെയൊക്കെ മുടി കൊഴിച്ചിലുണ്ടാവില്ലേ, അവിടെ തേക്കുന്നതും നല്ലതാണ്. നമ്മുടെ മുടിയൊക്കെ കുഞ്ഞു മുടികളൊക്കെ വളരാനും നല്ലതാണ് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് എണ്ണയൊക്കെ തേക്കാതെ, കാരണം ഇത് കുറച്ച് കഴിയുമ്പം നമ്മുടെ തലമുടിയൊക്കെ ഇച്ചിരി എണ്ണമയം ഇല്ലാണ്ട് നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് എണ്ണ ഇല്ലാണ്ട് തലയിൽ ഇത് സംഭവം തേക്കാനും പറ്റില്ല. നമുക്ക് ആവശ്യത്തിന് മാത്രം എണ്ണ തേച്ചിട്ട് ഈ ഒരു പാക്ക് അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഷാമ്പു ഇട്ട് കളയൊന്നും വേണ്ട, സാധാരണ വെള്ളത്തിലങ്ങ് കഴുകിയാൽ മതി. നമ്മുടെ തലമുടിയൊക്കെ നല്ലവണ്ണം അങ്ങ് കറുത്തോളും. നരച്ച മുടിയുള്ളവരെയൊന്നും ഒട്ടും വിഷമിക്കണം കേട്ടോ. ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഒരു മാസത്തിലാണ് നിങ്ങളുടെ മുടിയൊക്കെ നല്ല കട്ട കറുപ്പാവും, മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ല തിക്കോടെ തന്നെ വളരും കേട്ടോ. പിന്നെ മെയിനായിട്ട് വേണ്ട, നമ്മൾ എന്ത് സാധനം നമ്മൾ തലയിൽ തേച്ചാലും നമ്മൾ ആഹാരത്തിൽ വിറ്റാമിൻ സാധനങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം കേട്ടോ. പ്രത്യേകിച്ച് ഇലക്കറികൾ ധാരാളം കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തലമുടിക്ക് നല്ല മാറ്റം വരുള്ളൂ. പിന്നെ അത് മാത്രമല്ല, തൈരുണ്ടല്ലോ, ഈ തൈര് നമ്മുടെ തലമുടി കറക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിക്കുന്ന സാധനം കേട്ടോ. ഈ തൈര് കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തൈര് കഴിക്കുന്നത് നല്ലതാണ്. തൈര് നമ്മുടെ തലമുടി തേക്കുന്നതും നല്ലൊരു സാധനം തന്നെയാണ്. നമ്മുടെ തലമുടിയൊക്കെ കറക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ തൈര് നമ്മുടെ ഉച്ചഭക്ഷണത്തിൽ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുക, ഉച്ചഭക്ഷണത്തിൽ ഒരു ഗ്ലാസ് തൈര്, കട്ട തൈരൊക്കെ വെക്കുക. അതിലോട്ട് നമുക്ക് വേണമെങ്കിൽ തൈര് തന്നെ കുടിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് കറിവേപ്പിലയുടെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. കറിവേപ്പില നമ്മുടെ തൈരിന് കൂടി മിക്സ് ചെയ്ത് കുടിക്കുവാണെങ്കിൽ നമ്മുടെ തലമുടിയൊക്കെ നല്ല കട്ട കറുപ്പാവും. ഒറ്റ ദിവസം കൊണ്ട് കുടിച്ചാലൊന്നും മുടി കട്ട കറുപ്പാവില്ല കേട്ടോ. അത് നമ്മൾ സ്ഥിരം നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ വയറിനൊക്കെ നല്ലതാണ് ഈ മോര്. തൈരിന് ഉദ്ദേശിക്കുന്ന തൈര് മോര് എന്തായാലും കുഴപ്പമില്ല. അത് നമ്മുടെ കറിവേപ്പില ഇങ്ങനെ ചതച്ചിട്ടിടുന്നതൊക്കെ നല്ലതാണ്. അതൊക്കെ അതിൻ്റെ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ചുമന്നുള്ളി ചതച്ച് ഇഞ്ചിയും ചതച്ചൊക്കെ ഇടാം. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ മുടിയൊക്കെ നല്ല കറുപ്പുണ്ടാവുക കേട്ടോ. പിന്നെ നമ്മൾ എന്ത് തേച്ചാലും നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തണം. പിന്നെ വേറെ സാധനമാണ് എന്താ പറയുക, മുട്ട അടിപൊളി ഒരു സംഭവം തന്നെയാണ്. മുട്ട ഡെയിലി കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3 തവണ കഴിക്കുവാണെങ്കിലും കുഴപ്പമില്ല. മുട്ട നല്ലതാണ്. പിന്നെ ബദാം കുതിർത്ത ബദാമില്ലേ, നമ്മൾ തലേദിവസം ബദാം പരിപ്പ് നല്ല വൃത്തി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക. പിറ്റേ ദിവസം അതിൻ്റെ തൊലി കളഞ്ഞ് കഴിക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസാണ് കേട്ടോ. അത് കഴിക്കുവാണെങ്കിൽ നമ്മുടെ തലമുടി നന്നായിട്ട് വളരും ചെയ്യും, മുടി കറക്കാനൊക്കെ നല്ലതാണ്. പിന്നെ വേറൊരു ടിപ്പാണ് ചെറുപയർ മുളപ്പിച്ചതിൻ്റെ വീഡിയോ ഒക്കെ മുമ്പ് എപ്പോഴോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറുപയർ മുളപ്പിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ കുഞ്ഞാവയൊക്കെ പ്രഗ്നൻ്റായ സമയത്താണ് ഞാൻ ചെറുപയർ മുളപ്പിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കണം കേട്ടോ. അത് കഴിച്ച് കഴിയുമ്പം എനിക്കാണെങ്കിൽ നല്ല ഇപ്പട്ടം വരെ ഉണ്ടായിരുന്നു നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിട്ട് മുടിയും വളർന്നു, എനിക്കും മുടി ഉണ്ടായിരുന്നു, എൻ്റെ കൊച്ചിനും നല്ല മുടി ഉണ്ടായിരുന്നു. മുടിയൊക്കെ നല്ല കട്ട കറുപ്പായിരുന്നു കേട്ടോ. എനിക്ക് പറയണം, അവളുടെ മേത്തൊക്കെ നല്ല രോമമാണ്. ഇങ്ങനെ ചില ആൾക്കാർക്ക് രോമം ഭയങ്കര ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് രോമമൊന്നും വരുന്നത് പോലെ ഇഷ്ടമല്ല. പക്ഷെ അവളുടെ
സ്കിന്നൊക്കെ നല്ല മൊത്തം രോമപ്പൂടകളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ, കൈകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല മുടി വന്നു. ഇപ്പോഴാണ് ഭക്ഷണത്തിന് അവളെ തീരെ ഭക്ഷണത്തിൻ്റെ വിറ്റാമിൻ സാധനം ഒന്നും കഴിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം അവളുടെ മുടിയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ നല്ല തിക്കായിരുന്നു മുടിക്കൊക്കെ, നല്ല തിക്കായിരുന്നു. അപ്പം ഞാൻ പ്രഗ്നൻറ്റ് സമയത്ത് കഴിച്ച സാധനമാണ് മുളപ്പിച്ച ചെറുപയർ, ബദാം പരിപ്പ്, കടല, ഈന്തപ്പഴം, പാല്, മുട്ട. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണ് ചോറ്. ഞാൻ ചോറ് നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് അങ്ങ് എന്തോ കഴിക്കാൻ ഇഷ്ടമുള്ള സാധനം ചോറാട്ടോ. ചോറ് കഴിക്കില്ല. അതിൻ്റെ പകരം കഴിക്കുന്ന സാധനം പച്ചക്കറികൾ. അവിയൽ നല്ലവണ്ണം കഴിക്കും, ഇലക്കറി നല്ലവണ്ണം കഴിക്കും. അത് സാധനങ്ങൾ ഒരുപാട് കഴിക്കും കേട്ടോ. പിന്നെ പരിപ്പ് കറി, വമ്പയർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കും. നമ്മൾ പ്രഗ്നൻ്റ് സമയത്ത് എന്തൊക്കെ സാധനങ്ങൾ കഴിക്കുന്നുണ്ടല്ലേ. അന്നേരം നമുക്ക് നമ്മുടെ കുഞ്ഞിന് നല്ലോണം വളർച്ച ഉണ്ടാവണം, കുഞ്ഞിന് നല്ല മുടി വേണം, അങ്ങനെയൊക്കെ ആഗ്രഹത്തോടെ നമ്മളെല്ലാം കഴിക്കണത്. അന്നേരം പാലൊക്കെ കുടിക്കായിരുന്നു കേട്ടോ. അന്നേരം നമ്മൾ അതെല്ലാ സാധനവും നമ്മൾ കഴിക്കും. അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സ് ഐറ്റംസ്. ഓറഞ്ച് നല്ല സാധനമാണ് കേട്ടോ, മുടി വളരാനൊക്കെ നല്ല സാധനമാണ് ഓറഞ്ച്. അപ്പോൾ അന്നേരം നമ്മൾ നല്ലോണം കഴിക്കാനും, അന്നേരം നമ്മുടെ മക്കൾക്ക് നല്ല മുടിയും വളരുമായിരുന്നു. എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. 3 മാസം കഴിയുമ്പോൾ നമ്മൾ ആ പിള്ളേരെ നോക്കണം, കുഞ്ഞുങ്ങൾ തുണി കഴുകണം, അങ്ങനെ ഇടുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു മാനസിക രീതി മാറുമ്പോഴത്തേക്കും ഇച്ചിരി നമ്മുടെ പണ്ടത്തെ രീതിയല്ല പുതിയ രീതി വരുന്നത് അല്ലേ. അങ്ങനെ രീതികൾ മാറിയപ്പോഴത്തേക്കും ഞാൻ മുടി ശ്രദ്ധിക്കാൻ തുടങ്ങിയില്ല. അന്നേരം നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നല്ലോണം കുറയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപയർ മുളപ്പിച്ച് നല്ലവണ്ണം കഴിക്കുക കേട്ടോ. ചെറുപയർ മുളപ്പിച്ച സാധനം നമ്മുടെ മുടി നന്നായിട്ട് വളരാൻ സഹായിക്കും. ഒറ്റ ദിവസം കൊണ്ട് ഒരു പുതിയ മുടി വളരോ, അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മുടിയുടെ കറുപ്പ് പെട്ടെന്ന് അങ്ങനെ മുടി കറക്കുമെന്ന് ഞാൻ പറയില്ല. നമ്മളത് ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തെങ്കിൽ മാത്രമാണ് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ നല്ലോണം മാറി മുടി നല്ല കട്ട കറുപ്പോടെ തന്നെ വളരുള്ളൂ. ഈ കരിഞ്ജീരകത്തിൻ്റെ ഹെയർ ഡേ നല്ലതായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. മുടി നല്ല കട്ട കറുപ്പാകുക. നിങ്ങളത് സ്ഥിരം ചെയ്യണം. കുറച്ച് കരിഞ്ജീരകം മേടിച്ച് വെക്കാമെന്നേ മാത്രം മാർഗമുള്ളൂ. അത് എന്താ പറയുക, നന്നായിട്ട് വറുത്ത് പൊടിച്ച് നമ്മുടെ ചൂടാറിയതിന് ശേഷം ഏതെങ്കിലും ഒരു ഡിന്നിലേക്ക് എടുത്ത് വയ്ക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം എടുത്തിട്ട് എന്താ പറയുക, ഇരുമ്പുചട്ടിയിൽ വെച്ച് നന്നായിട്ടങ്ങ് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുറുകി വന്ന് അത് നമുക്കത് തലയിൽ നമുക്ക് ചൂടാറിയതിന് ശേഷം തലയിലോട്ടങ്ങ് തേച്ച് കൊടുത്താൽ മതി. അന്നന്നൊക്കെയുള്ളത് മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ കുഴപ്പമില്ല, 2-3 ദിവസമൊക്കെ നിൽക്കും. പിന്നെ നമ്മൾ ആ ചട്ടിയിൽ അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും അടപ്പ് പാത്രം എടുത്ത് ഇങ്ങനെ വെക്കുമ്പോണ്ടല്ലോ, അതിൻ്റെ ചൂടും കൊണ്ട് ആവിച്ച് അതിൻ്റെ ആവി വെള്ളമൊക്കെ വീണ് ചീത്തയാവാൻ സാധ്യതയുണ്ട്. അപ്പം അന്നന്നൊക്കെ ഉള്ളത് മാത്രം എടുക്കുവാണ് ഏറ്റവും നല്ലത് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ 2 ദിവസത്തേക്ക് വെക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, കേടൊന്നും ആവത്തില്ല കേട്ടോ. നമ്മൾ വെള്ളമൊന്നും വീഴാതെ ശ്രദ്ധിക്കണം. ഞാനൊക്കെ വെക്കുമ്പോഴത്തേക്കും 2-3 ദിവസമൊക്കെ നിൽക്കും. 4-ാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും അവിടെയൊക്കെ ഇങ്ങനെ ഒരു പൂപ്പൽ പോലെ വരും. എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കൊള്ളുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പം വെള്ളത്തിൻ്റെ അംശം വരാതെ നോക്കിക്കോളാം കേട്ടോ. നല്ലൊരു ഹെയർ ഡേ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. പിന്നെ നമ്മൾ എന്താ പറയുക, നമ്മൾ അധികം ടെൻഷൻ അടിക്കാതിരിക്കുക. നമ്മളൊരു ഓവർ ടെൻഷനാകുമ്പോൾ നമ്മുടെ മുടിയൊക്കെ നരച്ച് നമ്മൾ തന്നെ ഇല്ലാതാവും. നമ്മുടെ ശരീരം ഉണങ്ങി അല്ലേ, നമ്മുടെ മുടി നരച്ച് നമുക്ക് തന്നെ ദേഷ്യം വരും നമ്മളെ കാണുമ്പോൾ തന്നെ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് എപ്പോഴും ഒരു ടെൻഷന് സങ്കടമൊക്കെ വരുവാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു പാട്ട് കേൾക്കുക, നല്ലൊരു സോങ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള എന്ത് സങ്കടവും പെട്ടെന്ന് തന്നെ മാറിക്കോളും. അല്ലെങ്കിൽ ഒന്നും വേണ്ട, വീട്ടിലൊരു പൂച്ചക്കുഞ്ഞുണ്ടോ, ഒരു പട്ടിക്കുഞ്ഞുണ്ടോ, എന്തിനും നമ്മുടെ മക്കൾ തന്നെ മതി നമ്മളെ തലവലിക്കാൻ. പക്ഷെ അവർക്കൊന്നും സമയം കിട്ടില്ല, അവർക്ക് സ്കൂളിലോട്ട് പോകുമല്ലോ. അപ്പം നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് അറിയാം പല പല ഓർമ്മകളും പല പല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മുടെ ടെൻഷൻ മാറ്റാൻ ഞാൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൂച്ചക്കുഞ്ഞില്ലാത്ത വീടാണെങ്കിൽ ഒരു കുഞ്ഞു പൂച്ചക്കുഞ്ഞിനെ വളർത്തുക, അതിനിട്ട് കളിപ്പിക്കുക. അപ്പം തന്നെ നമ്മുടെ മനസ്സൊക്കെ നല്ല റിലാക്സ് ആവും. അല്ലെങ്കിൽ വേണ്ട, ഒരു പട്ടിക്കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, അതിൻ്റെ കൂടെ നടന്ന് അതിന് ഭക്ഷണം കൊടുത്ത് അതിനോട് സംസാരിച്ച് അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളും ഒക്കെ മാറും. വെറുതെ ടെൻഷനടിച്ച് നമ്മുടെ മുടിയൊക്കെ നരച്ച് നമ്മുടെ ശരീരമൊക്കെ ക്ഷീണിച്ച് എന്തിനാ വെറുതെ. ആ ഒരു ജീവിതമുള്ളൂ, നമ്മൾ സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് നടക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഡൈ ഒക്കെ ചെയ്യുന്നതിന്, ഓയിൽ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ ഭക്ഷണം നല്ല രീതിയിൽ നമ്മൾ എടുക്കുക. പിന്നെ വെള്ളം കുടിക്കുക. മാക്സിമം 2 ലിറ്റർ വെള്ളമെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി നമ്മൾ കുടിക്കണം. 2 ലിറ്ററെങ്കിലും വെള്ളം കേട്ടോ. ഒരുപാട് വെള്ളം കുടിക്കുക നല്ലതെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം കുടിച്ചാലും നമ്മളത് കിഡ്നിക്ക് കേടാണ്. അപ്പോൾ വെള്ളം കുടിക്കുന്ന ഒരു കണക്കുണ്ട്, അങ്ങനെ നോക്കി കുടിക്കുക കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഹെയർ ഡേയുടെ വീഡിയോ ആണിത്. എല്ലാവർക്കും യൂസ്ഫുൾ ആവും വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കരിഞ്ചീരകത്തിൻ്റെ എണ്ണ നിങ്ങൾ തലയിൽ എണ്ണ നിങ്ങൾ കാച്ചിട്ട് എണ്ണ തേക്കുവാണെങ്കിലും മുടി നല്ലവണ്ണം കൊഴിച്ചിൽ മാറി മുടി നല്ല നാച്ചുറൽ കറുപ്പ് തന്നെ കിട്ടും കേട്ടോ. അതാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഈ ഹെയർ ഡൈ തന്നെ തേക്കണം എന്ന് നിർബന്ധം. ഈ ഹെയർ ഡൈ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ തേക്കുവാണെങ്കിൽ ഞാൻ പറയാം സ്ഥിരം തേക്കണം. സ്ഥിരം തേച്ചെങ്കിലാണ് നമ്മുടെ മുടിയൊക്കെ ഒരു കറുപ്പൊക്കെ നന്നായിട്ട് അങ്ങ് വരുള്ളൂ കേട്ടോ. മെയിനായിട്ട് നമ്മുടെ മുടി നനയ്ക്കണ ഭാഗം നമ്മുടെ ഈ ഭാഗത്താണ് അല്ലേ. അപ്പോൾ ഇവിടെ നല്ലവണ്ണം അങ്ങ് തേച്ച് നോക്കുക. നിങ്ങൾ തേച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ സ്ഥിരം തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കാല്ല കേട്ടോ. വീണ്ടും നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് കാണാവേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.